ചവറ തെക്കുംഭാഗം പനക്കറ്റോടിൽ ക്ഷേത്രത്തിലെ താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ഭക്തിനിർഭരമായ തുടക്കം. ഘോഷയാത്ര ക്ഷേത്രത്തിന്റെ 4 കരകളിലും ചുറ്റി സഞ്ചരിക്കും. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രത്തിൽ എത്തിയത്. ചവറ സൗത്ത് തെക്കുംഭാഗം പനക്കറ്റോടി ക്ഷേത്രത്തിലെ താലപ്പൊലി ഘോഷയാത്രയ്ക്ക് തുടക്കമായി. ക്ഷേത്രം നിൽക്കുന്ന കരയിൽ നിന്നും തെരഞ്ഞെടുത്ത ബാലികയെ കന്യാവായി വാഴിച്ച് കലമാൻ കൊമ്പിൽ ദേവീ ചൈതന്യം ആവാഹിച്ച് മേൽശാന്തി ഒരു വശത്തും കന്യാവ് മറുവശത്തുമായി പിടിച്ച് താലപ്പൊലി ഘോഷയാത്ര 4 കരകളിലും സഞ്ചരിക്കും. തെക്കുംഭാഗം നടുവത്തുചേരി, മാലിഭാഗം, വടക്കുഭാഗം എന്നീ കരകളിൽ സഞ്ചാരത്തിനിടെ പൊന്നോടിൽ, അഴകത്ത്, കുളങ്ങരവെളി ദേവീപീഠം, പള്ളത്താഴത്ത് ചാവടി, പാവുമ്പ ദേവീപീഠം എന്നിവിടങ്ങളിൽ ദേവിയുടെ പ്രതിരൂപമായ കന്യാവ് വിശ്രമിക്കും. മുക്ക് കഴിഞ്ഞിട്ട് കുളങ്ങരവെളിയിൽ ചെന്ന് ദേവി അല്പം വിശ്രമിക്കും. അവിടെ നിന്ന് നേരെ മഠത്തിൽ മുക്ക്, നടക്കാവ്, കൂട്ടാക്കൽ മുക്ക് വഴി അമ്മയാർന്നട, അവിടുന്ന് ചാവടി മുക്ക് ചെന്നപ്പോഴും ഭഗവതി അല്പസമയം അവിടെ വിശ്രമിക്കും. അതിനുശേഷം അവിടുന്ന് യാത്ര തുടർന്ന് പാവുമ്പ ദേവീപീഠത്തിലെത്തും. പാവുമ്പ ദേവീപീഠത്തിലെത്തുമ്പോൾ പാവുമ്പ അമ്പലത്തിൽ നിന്ന് ഒരു കന്യാവ് അവിടെ വരികയും നമ്മുടെ പനക്കറ്റോടിൽ നിന്നും വരുന്ന കന്യാവുമായി കണ്ടുമുട്ടുകയും അവർ തമ്മിൽ പരസ്പരം മാലയിട്ട് സ്വീകരിക്കുന്നു. താലപ്പൊലി ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, ചവറ.